കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് നിഷേധിച്ചതിന് പിന്നാലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് സുധാകരൻ കരയുന്ന സാഹചര്യം. വി ഡി സതീശൻ അടക്കമുള്ളവരാണ് തന്നെ വെട്ടിയതെന്ന് സുധാകരന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ദില്ലിയിൽ അതൃപ്തി വ്യക്തമാക്കി ദില്ലിയിൽ നിന്ന് ചർച്ചകളിൽ പങ്കെടുക്കാതെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തത്. പാവം സുധാകരൻ നേതാവ് അദ്ദേഹത്തിന്റെ ആ കണ്ണീര് കണ്ടിട്ട് നമ്മുടെയും കൂടെ ഇടനെഞ്ച് പൊട്ടിപ്പോകുന്നു. ഇത്രയ്ക്കും കണ്ണിൽ ചോരയില്ലാത്ത ഒരു നേതൃത്വമായല്ലോ കോൺഗ്രസിൻ്റെത്. അദ്ദേഹം ചെറുതായ ഒരു ആഗ്രഹമല്ലേ പ്രകടിപ്പിച്ചുള്ളൂ. കണ്ണൂരിൽ നിന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊന്ന് മത്സരിക്കണം, കേരള അസംബ്ലിയിലെത്തണം, പറ്റുകയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരു മന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ നായി കാണണം എന്നുള്ളൊരു ചെറിയ മോഹം. അതിന് നിങ്ങൾ പറയുന്നു ഒരു ഘട്ടത്തെ MP സ്ഥാനമല്ലേ, അതൊരു 7 MLA-മാർക്ക് തുല്യമല്ലേ എന്നൊക്കെ മറുചോദ്യമൊക്കെ ഈ നമ്മുടെ ഉണ്ണിത്താൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കരുതു വയ്ക്കുമോ? ഒരു പ്രസിഡന്റ് KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളൊക്കെ അല്ലേ, ഒരു മര്യാദ കാണിക്കണ്ടേ അദ്ദേഹത്തോട്? അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കണ്ണൂർ ജില്ലയിലാകെ റോളുണ്ടാക്കിയിട്ട് കുറേയധികം സീറ്റുകളും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പണി പാരയാവുന്നാണ് തോന്നണത്. കണ്ണൂരും പോയി കിട്ടും, പേരാവൂരും പോയി കിട്ടും എന്നുള്ള സ്ഥിതിയായി മാറുന്നൊരു സ്ഥിതിയാണ് കാണാൻ പോണത്. എന്തെല്ലാം തമാശകൾ നമ്മൾ കാണേണ്ടി വരില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. പാവം അദ്ദേഹത്തിന്റെ ആ കണ്ണീര് കണ്ടിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. കത്തട്ടെ 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 ഹരിദാസ് കത്തട്ടെ ഹരിദാസ് കത്തട്ടെ 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 സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ 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 ഹരിദാസ് കത്തട്ടെ ഹരിദാസ് കത്തട്ടെ 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 സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ 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 ഹരിദാസ് കത്തട്ടെ ഹരിദാസ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ 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 ഹരിദാസ് കത്തട്ടെ ഹരിദാസ് കത്തട്ടെ 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 സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ 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 എന്ന് സ്വന്തം നേതാക്കളെ തന്നെ കത്തിച്ചുകൊണ്ട്, പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു രംഗമാണ്, തമാശ രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രമ്യ ഹരിദാസിനെ എവിടെയോ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഇഷ്ടപ്പെടാത്ത കുറേ അണികൾ ആ കോലം കത്തിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഈ ഐക്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ വല്ലാത്തൊരു ഐക്യമുള്ള ഈ കോൺഗ്രസ്സാണ് നമ്മളെ ഭരിക്കാൻ വരണമെങ്കിൽ ഭരണത്തിലും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഐക്യം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ. അങ്ങനെ ഒരു തമാശ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ ഈ രണ്ടാമത്തെ തമാശയുടെ ഇനിയും തീർന്നില്ല, ഇനിയും വരാണ്ട് തമാശകൾ അതും കൂടെ കണ്ടു നോക്കാം. പുതുയുഗ യാത്ര കഴിഞ്ഞാലുടൻ കോൺഗ്രസ് ഒന്നടങ്കം സെറ്റാകുമെന്നാണ് വാതുറന്നാൽ നുണ മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാദിച്ചിരുന്നത്. കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിൽ കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റും DKDF ജില്ലാ പ്രസിഡന്റും തമ്മിൽ ഏറ്റുമുട്ടി. ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അടിപിടി, അതിനുശേഷം യോഗത്തിൽ അടിപിടി, ഇപ്പോൾ നേരിട്ട് അത് കയ്യാങ്കളിയിലേക്കും എത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാസർഗോഡ് കോൺഗ്രസിലെ അവസ്ഥ. CPI വിട്ട CC മുകുന്ദൻ BJPയിൽ. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചു. നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതിന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാം, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരം പറയാനുള്ളത്. ഇതിനു മുമ്പ് കണ്ട വീഡിയോയിലൊക്കെ കോൺഗ്രസിന്റെ തമാശയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് CPIയിൽ നടന്ന ഈ ഇലക്ഷനോടനുബന്ധിച്ച് നടന്ന ഒരു തമാശയാണ്.
ഇത്രയും കാലം വലിയ ആദർശങ്ങളൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ട് ഈ വർഗീയവാദികൾക്കെതിരെയൊക്കെ പടപൊരുതിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയുടെ ഒരു MLA, നാട്ടിക MLA മുകുന്ദൻ സഖാവ് പെട്ടെന്ന് നമ്മൾ കേട്ടത് UDFന്റെ പിന്തുണയോടുകൂടി നാട്ടികയിൽ മത്സരിക്കുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. എന്താ വേറൊന്നുമില്ല, തനിക്ക് സീറ്റ് കിട്ടിയില്ല, പകരം വരുന്ന ആളെന്തോ പൈസ ഓഫർ ചെയ്ത് വരുന്നതാണ്, സീറ്റ് വാങ്ങിച്ചതാണെന്നാണ് ആക്ഷേപം. മാത്രമേ ഉള്ളൂ അതിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റ്. വെരി സിമ്പിൾ. അദ്ദേഹം നേരെ CPI നിന്ന് പുറത്താകുന്നു, അദ്ദേഹം നേരെ ഡൽഹിക്ക് വണ്ടി കയറുന്നു, അവിടെ കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിൽ 2-3 ദിവസം അങ്ങനെ ഉറക്കൊഴിച്ച് നടക്കുന്നു. പക്ഷെ നിരാശയായിരുന്നു ഫലം. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഉടനെ മടങ്ങി ഇവിടെ വന്നു, കാര്യാലയത്തിലേക്ക് കയറി, ഷാളണിഞ്ഞു, താമര കണ്ടു. അങ്ങനെ ആ താമരയിൽ അദ്ദേഹം വിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുന്നത് കേട്ടില്ലേ? കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ ഈ മണ്ഡലത്തിൽ, നാട്ടിക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തൻ്റെ സ്നേഹസമ്പന്നരായ വോട്ടർമാരെ തുടർന്നും തന്നെ ജയിപ്പിക്കുമെന്നും അതിന് തനിക്ക് രാഷ്ട്രീയ അഭയം തന്ന ഈ BJPയെ താൻ ഒരിക്കലും മറക്കില്ല എന്നും ആണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തല്ലേ കഴിഞ്ഞ 5 വർഷം വികസനം നടത്തിയത് ഈ PP മുകുന്ദൻ എന്നൊരു വ്യക്തിയെ കണ്ടുകൊണ്ടായിരുന്നു LDF അതെല്ലാം ചെയ്തത്. അതല്ലാണ്ട് LDF എന്ന ഒരു സംവിധാനത്തെ ഓർത്തൊന്നുമല്ല അവിടെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് ഈ PP മുകുന്ദൻ എന്ന വ്യക്തിക്ക് കൊടുത്ത വോട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. എന്താ ചെയ്യല്ലേ, ഈ തമാശകൾ നമുക്ക് ഇനിയും കാണേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനിയും തമാശകൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്നും നമുക്ക് മിസ് ചെയ്യരുത്. നന്ദി, നമസ്കാരം.